അമ്മമാർ എന്നെ പള്ളിയിൽ കൊണ്ടുവരും. ഒരു 6 വയസ്സ് തൊട്ട് പള്ളിയിൽ ചെല്ലും. പള്ളിയിൽ ചെന്നാൽ ഇവിടുത്തെ നോട്ടം മുഴുവൻ എനിക്ക് ഓർഗനും പാട്ടും മാത്രമുള്ളൂ. അത് പിറ്റേ ഞായറാഴ്ച ഞാൻ ചെല്ലും. പാട്ട് പാടിക്കൊണ്ട് വീട് വരെ വരുന്നതായിരുന്നു. ഞാൻ അത് ഒരു പിച്ചിൽ തന്നെ ഞാൻ ആ പാട്ട് പാടിയ ശബ്ദം ഇനി വരെ പോരുമെന്ന് പറഞ്ഞ് ഓർഗനോടുള്ള ഒരു ഇഷ്ടം, പാട്ടിനോടുള്ള ഒരു ഇഷ്ടം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ബന്ധത്തിലായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. പ്രാക്ടീസിനൊക്കെ പോകുമ്പോഴും ഓർഗൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകം ചെന്ന് അതിങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ അതിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദങ്ങളൊക്കെ ഒരു സങ്കടം തോന്നിക്കുന്നതാണെങ്കിൽ അതെന്തുകൊണ്ട് സങ്കടം തോന്നിക്കുന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. പള്ളിയിൽ കൊടുക്കും. അവിടെ എങ്ങനെ കിടന്ന 3 മാസം ഞാൻ അവിടെ അതിനകത്ത് ട്രെയിനിങ്ങൊക്കെ എടുക്കേണ്ടി വന്നു. പിന്നെ അവിടുത്തെ യൂത്ത് ലീഗിൻ്റെ ഇതിനൊക്കെ ഞാൻ ഓർഗൻ അതൊക്കെ പ്ലേ ചെയ്യാൻ തുടങ്ങിയ വായിച്ചതിന്. ഈ ചെറിയാൻ കണ്ടപ്പള്ളി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അതായത് കൊച്ചുമൻ സാറിൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറ താമസം. ആ പുള്ളി എന്നെ ഈ മ്യൂസിക്കിൻ്റെ ഇതൊക്കെ ഈ സിഗ്നേച്ചറൊക്കെ ടൈം സിഗ്നേച്ചറും ഇതൊക്കെ എഴുതാൻ പഠിപ്പിച്ച് 5 വരെ വരയ്ക്കാനും. ആ പുള്ളി അവിടെ നിന്ന് പോയി വന്ന് കണ്ട് മനസ്സിലാക്കി യൂത്ത് ലീഗ് വരുമ്പോഴത്തേക്ക് എന്നോട് പറയുന്നത്. അപ്പം ഞാനും അതിങ്ങനെ 5 വരെയൊക്കെ വരച്ച് അതൊന്നും അറിയാൻ പറ്റില്ല എന്നാണ്. അതിനോടുള്ള ഒരു ഇഷ്ടം എനിക്ക് തോന്നി വന്ന് ഞാൻ മതിക്കെ ടോൺസപ്പൊക്കെ പഠിച്ച് കോഡ്സ് ഉണ്ടാകുന്ന രീതി എങ്ങനെയാണ് ഇതൊക്കെ ഏതെങ്കിലും ആ രീതിയിലൊക്കെ പഠിക്കാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. അതുമൊക്കെ എനിക്കൊരു മുതൽക്കൂട്ടായിട്ട് ദൈവം തന്നിരിക്കുന്നതാണ്. വേറെ ഒരാളൊരു പാട്ട് പാടിയാൽ ഞാനത് ടോൺസ് പോലെ എഴുതിയെടുത്താൽ എനിക്കത് പിന്നെ പാടാം. അവർ പാടുന്ന പാട്ട് എനിക്ക് പഠിക്കണമെന്നില്ല. ഞാൻ അവിടെ എഴുതിയാൽ ഉടനെ ഞാനത് പാടും. അതങ്ങനത്തെ ഒരു രീതി ടോൺസപ്പാടെ ഒരു ബന്ധം പറയായിരുന്നു. ഇപ്പോഴും അത് പള്ളികളിലൊന്നും ആരും അങ്ങനെ പഠിക്കുന്നില്ല. ഞാൻ പാട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു ട്യൂൺ ഉണ്ടാക്കുമല്ലോ, അത് കഴിഞ്ഞാൽ വേർഡ്സ് ഉണ്ടാക്കും. പിന്നെ അതിനെ പിടിച്ചെനിക്കത്തക്ക രീതിയിൽ ഒരു വേർഡ്സ് എന്തെങ്കിലും അലടിയായോ സുജാതനായോ ഇങ്ങനെയൊക്കെ ചേർത്ത് അതൊരു സെറ്റപ്പിലാക്കി വെക്കും. പിന്നെ ഇച്ചിലൂടെ നല്ല നല്ല വേർഡ്സൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും. അവർക്ക് കിട്ടിയ കഴിവും ദൈവമായിട്ട് കൂട്ടി കിടക്കണം, ബന്ധപ്പെടണം. അതിനോളം നല്ലത് പറഞ്ഞില്ല അവർക്ക് അഭിവൃദ്ധിക്കും എല്ലാത്തിനും. ഞമായിട്ട് കിടക്കാൻ പോകുമ്പോൾ ദൈവത്തോട് പറയണ്ട പോകും. എന്നിട്ട് എനിക്ക് അസുഖം വന്നില്ല എന്ന് ചോദിച്ചാൽ അതിനൊന്നും എനിക്ക് ഇത്രയും ഞാൻ എൻ്റെ ആ കാര്യങ്ങളെല്ലാം ദൈവത്തെ ഏൽപ്പിച്ചിട്ടാണ് കിടക്കാൻ പോകണം.